ഹേബിയസ് കോർപ്പസ് നിധി കോടതിയിൽ അപേക്ഷ കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ വസുന്ധര ഉടനെ തന്നെ ശിവാനിയെ കാണുന്നു. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ഗൗതമല്ലെന്നും ഒരു പവിത്രനാണെന്നും പവിത്രന്റെ ഫോട്ടോ നിധിയുടെ ഫോണിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞ് ശിവാനിയെ കാണിക്കുന്നു. ഈ പവിത്രനെ നിധി കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ പ്രണവ് വീണ്ടും ഗൗതമിനെയും നിധിയെയും വിശ്വസിച്ച് അവർ പറയുന്നതൊക്കെയാണ് ശരിയെന്ന് കരുതി അവരുടെ ഒപ്പം കൂടും. അത് പാടില്ല. ഗൗതമും പ്രണവും ഇപ്പോഴത്തെ പോലെ ശത്രുക്കളായി തന്നെ തുടരണം. നിധിയും ഗൗതമിന്റെ അഡ്വക്കേറ്റും കോടതിയിൽ വരുന്നു. നിധിയുടെ കയ്യിൽ അതിനുള്ള അപേക്ഷയുണ്ട്. കോടതിയിലേക്ക് കയറുന്ന നിധിയെ CKCയുടെ ഭാര്യ ജ്യോതിർമയി വിളിക്കുന്നു. എന്നിട്ട് പ്രണവിന്റെ ജീവൻ വച്ചാണ് നീ കളിക്കുന്നത്, അതുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറുന്നതാകും നിനക്ക് നല്ലതെന്ന് പറയുന്നു. അഡ്വക്കേറ്റ് നിധിയോട് പറയുന്നു, നിധി, ഇതുപോലെ പലരും ഭീഷണിയുമായി വരും. അതൊന്നും കാര്യമാക്കേണ്ട സമയമല്ല ഇത്. നമുക്ക് പോയി എങ്ങനെയും അപേക്ഷ കൊടുക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട മാഡം, എനിക്ക് പ്രണവിന്റെ ജീവനേക്കാൾ വലുതായി ഒന്നുമില്ല. ഞാൻ അവർ പറഞ്ഞത് കേൾക്കാതെ ഇപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോയാൽ പ്രണവിനെ അവർ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് ഗൗതമിനെ പുറത്തിറക്കിയിട്ട് എന്ത് കാര്യം? അഡ്വക്കേറ്റ് നിധി അകത്തേക്ക് വിളിക്കുന്നതോടെ ജ്യോതിർമയി നിധിയുടെ കയ്യിലിരുന്ന അപേക്ഷ വാങ്ങി കീറിക്കളയുന്നു. ഗൗതമിനെ കൊല്ലാനായി CKCയും ശിവാനിയും കൊണ്ടുവന്ന ഉടുമ്പ് സാബുവിന് ജയിലിൽ മറ്റൊരു ശത്രു കൂടി ഉണ്ടാകുന്നു. ഉടുമ്പ് സാബു നേരത്തെ ജയിൽവാസം അനുഭവിക്കാൻ കാരണക്കാരനായ മറ്റൊരു ഗുണ്ട. ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന ഗൗതമും മറ്റുള്ളവരും അതിനിടയിലേക്ക് ഉടുമ്പ് സാബു കയറി ചെന്ന് ഭക്ഷണം വാങ്ങാൻ നോക്കുന്നു. ഇത് കണ്ട ഉടുമ്പ് സാബുവിന്റെ എതിരാളി ശബ്ദമുണ്ടാക്കുന്നു. ക്യൂ നിന്ന് വേണം എല്ലാവരും ഭക്ഷണം വാങ്ങാനെന്ന് പറയുന്നു. ഉടുമ്പ് സാബു അയാളുമായി ഏറ്റുമുട്ടുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഗൗതം ഭക്ഷണം കഴിക്കുന്നു. ഉടുമ്പ് സാബുവിന്റെ കൂടെയുള്ള അസിസ്റ്റന്റ് ക്രിമിനൽ ചോദിക്കുന്നു, അണ്ണാ, നമ്മൾ ഗൗതമിനെ കൊല്ലാനായല്ലേ ഇവിടെ വന്നത്, പിന്നെന്തിനാണ് മറ്റുള്ളവരുമായി തല്ലുണ്ടാക്കുന്നത്? ഞാൻ ഗൗതവുമായി ഏറ്റുമുട്ടാനായിരുന്നു പദ്ധതി, പക്ഷെ അതിനിടയിൽ മറ്റവൻ വന്ന് കയറി. നാളെ നേരം വെളുക്കുമ്പോൾ ഗൗതം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അതെങ്ങനെയെന്ന് കൂടെയുള്ളവൻ ചോദിക്കുമ്പോൾ, കോടീശ്വരനായ ഗൗതം ജയിലിൽ കിടക്കുന്ന ദുഃഖം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്നു. മിക്കവാറും നേരം പുലരുമ്പോൾ ഉടുമ്പ് സാബുവാകും ആത്മഹത്യ ചെയ്ത നിലയിൽ കാണാൻ പോകുന്നത്. നിധി രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നു. ദേവി മൂകാംബിക സ്വപ്നത്തിൽ വന്ന് പറയുന്നു, ഊമയായ ഒരു പെൺകുട്ടി അപകടത്തിലാണെന്നും ആ പെൺകുട്ടിയെ നിധി രക്ഷപ്പെടുത്തിയാൽ സ്വപ്നത്തിൽ നിധി കണ്ട കാര്യം ഗൗതമിനെ അറിയിക്കുന്നു. ഗൗതം നിധിയോട് പറയുന്നു, അതൊരു സ്വപ്നമാണ്, എങ്കിലും നിധി സ്വപ്നം കണ്ടതുപോലെ പ്രണവിനെ കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പറയുന്നു. നിധി സ്വപ്നത്തിൽ കണ്ടതുപോലെ അമ്പലത്തിലെ പൂജാരിയോട് ചോദിക്കുന്നു, ഇവിടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത പെൺകുട്ടിയുണ്ടോ എന്ന്. ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ വീട് നിധിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. സ്വപ്നത്തിൽ നിധിയോട് ദേവി പറഞ്ഞ കുട്ടിയല്ല പൂജാരി പറഞ്ഞ പെൺകുട്ടിയെങ്കിലും ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് ആ കുട്ടിയെ നിധി സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന നിധി അന്വേഷിച്ചു നടക്കുന്ന പവിത്രനെ കാണുന്നു. ഇതേ സമയം സ്വപ്നത്തിലേതുപോലെ ദേവി മറ്റൊരു പെൺകുട്ടിയുടെ വേഷത്തിൽ നിധിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. പവിത്രനെ കണ്ട നിധി വീണ്ടും ആ പെൺകുട്ടിയുടെ അമ്മയോട് ചോദിക്കുന്നു, ഇവിടെ അടുത്ത് ഏതെങ്കിലും ആളൊഴിഞ്ഞ കെട്ടിടമുണ്ടോ എന്ന്. അവർ പറഞ്ഞു അങ്ങനെ സ്ഥലമുണ്ടെന്ന്. നിധി എവിടേക്ക് പോകുന്നു? പ്രണവ് ഒരു ജനൽ വഴി നിധിയെ കാണുന്നു. പ്രണവ് വീണ്ടും തെറ്റിദ്ധരിക്കുന്നു, ഗൗതമും നിധിയും ചേർന്നാണ് അവനെ തട്ടിക്കൊണ്ടുവന്നതെന്ന്. നിധിയെ ഗുണ്ടകൾ കാണുന്നു. നിധിയോട് അവിടെ നിന്ന് പോകാൻ അവർ പറയുന്നു. നിധി ഫോൺ കാണിച്ചിട്ട് അവരോട് പറയുന്നു, പോലീസ് ലൈവിലുണ്ട്. അതോടെ ഗുണ്ടകൾ പോയി പവിത്രനോട് പറയുന്നു, ഇവിടെ ഒരു പെണ്ണ് വന്നിരുന്നു. എന്നാൽ നിധി അന്വേഷിച്ചു വന്ന പ്രണവും ഊമയായ പെൺകുട്ടിയും ഇവിടെ തന്നെയാണുള്ളത്. ദേവീശക്തിയുള്ള ഊമയായ പെൺകുട്ടിയാണവൾ. ദേവൂട്ടി എന്നാണ് അവളുടെ പേര്. അമ്മേ മൂകാംബിക എന്ന സീരിയലിലെ ദേവൂട്ടി. ദേവൂട്ടിയെ ബലി കൊടുക്കാൻ കൊണ്ടുപോയ ഒരു മന്ത്രവാദിയിൽ നിന്നും അവളെ ഇഷ്ടപ്പെട്ട് നടന്ന ഒരുത്തൻ പിടിച്ചുകൊണ്ടുവന്നതാണ്. പ്രണവുള്ള അതേ കെട്ടിടത്തിലാണ് ദേവൂട്ടിയെയും താമസിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.